أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്ത് എന്നതാണ് ഇന്നത്തെ ദർസിലെ വിഷയം. സൂറത്തുൽ മുസമ്മിലിലെ 21-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന് നിങ്ങൾ നല്ല നിലയിൽ കടം കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ സ്വന്തം ആത്മാവിന് വേണ്ടി ചെയ്തു വയ്ക്കുന്ന ഏതൊരു നന്മയും ഏറ്റവും ഉത്തമവും മഹത്തായ പ്രതിഫലത്തോടു കൂടിയതുമായി അള്ളാഹുവിൻ്റെ സവിധത്തിൽ നിങ്ങൾ കണ്ടെത്തും. 5 ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് നൽകാൻ ബാധ്യതപ്പെട്ടവർ അത് നൽകേണ്ടത് നിർബന്ധമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തൻ്റെ ഉമ്മത്തിനെ പ്രത്യേകമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുവദ്ദി സക്കാത്തഹു മുസ്സില ലഹു മാലുഹു യൗമൽ ഖിയാമ ഷുജാഅൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി, ഒരാൾക്ക് അള്ളാഹു ധനം നൽകിയിട്ട് അവൻ അതിൻ്റെ സക്കാത്ത് നൽകാതിരുന്നാൽ ഖിയാമത്ത് നാളിൽ ആ ധനം അവന് വേണ്ടി വിശപ്പാമ്പായി രൂപവൽക്കരിക്കപ്പെടും. ഈ ഹദീസ് തുടർന്ന് ഞാൻ എല്ലാ അറബി വാക്കുകളും കേൾപ്പിച്ചിട്ടില്ല. തുടർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതായത് ഖിയാമത്ത് നാളിൽ ആ ധനം അവന് വേണ്ടി വിശപ്പാമ്പായി രൂപവൽക്കരിക്കപ്പെടും. അത് 2 വിഷപ്പല്ലുകളുള്ള തലമുടിയില്ലാത്ത കൊടും വിഷമുള്ള പാമ്പായിരിക്കും. ഖിയാമത്ത് നാളിൽ അതിനെ അവൻ്റെ കഴുത്തിൽ ഒരു മാലയായി ചുറ്റും. എന്നിട്ടത് അവൻ്റെ കവിളുകൾക്ക് താഴെയുള്ള ഇരുഭാഗത്തും പിടിക്കും. എന്നിട്ട് പറയും, ഞാനാണ് നിൻ്റെ ധനം, ഞാനാണ് നിൻ്റെ നിധി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് പാരായണം ചെയ്തു, ലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന തുടങ്ങിയ ആയത്താണ് പാരായണം ചെയ്തത്. അതിൻ്റെ തർജ്ജമ പ്രകാരമാണ്, അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നൽകിയിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും ധരിച്ചു പോകരുത്, മറിച്ച് അതവർക്ക് വളരെ ദോഷകരമാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദ്റത്ത് അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാമഹൻ വഴിയായി നിവേദനം ചെയ്യുന്നു, യമനിൽ നിന്ന് ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അടുത്തു വന്നു. അവരുടെ മകൾ കൂടെയുണ്ടായിരുന്നു. മകളുടെ കയ്യിൽ കട്ടിയുള്ള 2 സ്വർണ്ണവളകളുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ സക്കാത്ത് നൽകിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ രണ്ടിനും പകരം അള്ളാഹു നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അഗ്നിയുടെ 2 വളകൾ അണിയിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുമോ? ഇത് കേട്ടപ്പോൾ അവർ ആ വളകൾ ഊരിയെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വെക്കുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, ഇവ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമുള്ളതാണ്. മറ്റൊരു നിവേദനത്തിൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവാണേ സത്യം, നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുമായി ഞാൻ തീർച്ചയായും പോരാടും. കാരണം സക്കാത്ത് എന്നത് ധനത്തിനുള്ള ബാധ്യതയാണ്, അവകാശമാണ്. അള്ളാഹുവാണേ സത്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നൽകിയിരുന്ന ഒരു ആട്ടിൻകുട്ടിയെപ്പോലും എനിക്ക് നൽകാതെ അവർ തടഞ്ഞു വച്ചാൽ അത് തടഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവരോട് പോരാടും. സഹീഹ് ബുഖാരി. ഇവിടെ ചിലർ പറയും നമസ്കാരമാണ്, സക്കാത്ത് അത്ര പ്രാധാന്യമില്ല എന്നുള്ളത്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ ഒരു പൂർണ്ണ വർഷം കൈവശം വെച്ചിരിക്കുന്ന പണത്തിൻ്റെയും മൂലധനത്തിൻ്റെയും സ്റ്റോക്കുകളുടെയും കച്ചവടയോഗ്യമായ ആസ്തികളുടെയും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പത്തിൻ്റെയും 2.5% സക്കാത്തായി നൽകേണ്ടതാണ്. ഇത് നിശ്ചിത
പരിധിയിൽ വരികയോ അതിൽ കൂടുതലോ ഉണ്ടാവുകയാണെങ്കിൽ, ഈ നിശ്ചിത പരിധിക്കാണ് നമ്മൾ നിസാബ് എന്ന് പറയുന്നത്, അതുണ്ടെങ്കിൽ അതിനെ മൊത്തം തുകക്ക് അവർ സക്കാത്ത് നൽകേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തതുപോലെ ദരിദ്രരെയും അഗതികളെയും സഹായിക്കുന്നതിനും മറ്റുമാണ് ഇത് വിനിയോഗിക്കുന്നത്. സക്കാത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നൽകാൻ അവകാശമില്ല. അതായത് ഓരോരുത്തർക്കും നമ്മളിഷ്ടപ്രകാരം നമുക്ക് വിതരണം ചെയ്യാൻ പറ്റില്ല. മറിച്ച് അത് ഖലീഫയുടെ കീഴിലുള്ള ബൈത്തുൽ മാലിലേക്കാണ് നൽകേണ്ടത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും അവകാശികളുണ്ടെങ്കിൽ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് ബന്ധപ്പെട്ട ആളുകളുമായി പറഞ്ഞ് അത് ഖലീഫത്തുൽ മസീഹിനെ എത്തിക്കുകയും അങ്ങനെ ഖലീഫത്തുൽ മസീഹിൻ്റെ അനുവാദത്തോടു കൂടി ജമാഅത്ത് മുഖേന അവർക്ക് ആ സക്കാത്തിൽ നിന്നും വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിന് ജമാഅത്തിൽ പ്രത്യേകമായ സംവിധാനമുണ്ട്. അപ്പോൾ സക്കാത്ത് ഒരാളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന വരുമാന നികുതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറിച്ച് ഇത് ഒരാളുടെ സമ്പാദ്യത്തിന്മേൽ ചുമത്തപ്പെടുന്നതാണ്. വർദ്ധിക്കാനും വളരാനും സാധ്യതയുള്ളതും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്നതുമായ സമ്പത്തിലും സ്വത്തുക്കളിലുമാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ കാരണത്താൽ ചെലവഴിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ച ഒരു വർഷത്തിനു ശേഷം ഇതെല്ലാ വർഷവും കണക്കാക്കുന്നു. ഈ തത്വമനുസരിച്ചാണ് സ്വർണം, വെള്ളി, ഏത് രൂപത്തിലുള്ള പണം, ബിസിനസ് സ്റ്റോക്ക്, മേഞ്ഞു നടന്ന് ഭക്ഷണം കഴിക്കുന്ന ആടുകൾ, കന്നുകാലികൾ, ഭൂമിയിൽ നിന്നുള്ള എല്ലാ വിളകളും സക്കാത്തിന് കണക്കാക്കുന്നത്. എന്നാൽ ഭൂമി, സ്വന്തമായി താമസിക്കുന്ന വീടുകൾ, ദൈനംദിന ഉപയോഗത്തിനുള്ള മറ്റ് സാധനങ്ങൾ എന്നിവയ്ക്ക് സക്കാത്ത് നൽകേണ്ടതില്ല. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സക്കാത്ത് ബാധകമല്ല. സക്കാത്ത് കണക്കാക്കുന്നതിനുള്ള കൃത്യമായ തോത് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തോത് എത്തിയതിനു ശേഷം ഒരു വർഷം സമ്പത്ത് കൈവശമുണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. ഉദാഹരണത്തിന് വെള്ളിയുടെ തോത് 620 ഗ്രാം വെള്ളിയാണ്, സ്വർണത്തിൻ്റെ തോത് 87 ഗ്രാം സ്വർണം എന്നിവയാണ്. ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും സക്കാത്തിനെ സംബന്ധിച്ച് സയ്യിദ്ന ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ ഇസ്ലി അസീസ് പറയുന്നു, വെള്ളിക്ക് വെള്ളിയുടെയും സ്വർണത്തിന് സ്വർണത്തിൻ്റെയും തോതായിരിക്കും. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലത്ത് തന്നെ നടപ്പിൽ വരുത്തിയതാണ്. പണത്തിനുള്ള സക്കാത്തിൻ്റെ തോതിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാലത്ത് ലോകത്തെ ഭൂരിപക്ഷ നാടുകളിലും സ്വർണത്തെയാണ് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പണത്തിൻ്റെ സക്കാത്തായി തോതും സ്വർണം തന്നെയായി കണക്കാക്കുന്നതാണ്. അതായത് ഒരാളുടെ കൈവശം 87 ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായതോ അതിൽ കൂടുതലോ ആയ തുക ഉണ്ടാവുകയും അതിന് ഒരു വർഷം കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ വർഷം മൊത്തം തുകയുടെ 2.5% തുക സക്കാത്തായി ബൈത്തുൽ മാലിലേക്ക് നൽകേണ്ടതാണ്. അതേപോലെ ഓരോ വർഷവും അതിൽ നിന്ന് സക്കാത്ത് നൽകേണ്ടതാണ്. ഒരാൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ദരിദ്രരായ പാവങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതോ ആയ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾക്ക് സക്കാത്ത് ബാധകമല്ല. സ്വന്തം ഉപയോഗത്തിലുള്ളതും എന്നാൽ ദരിദ്രർക്ക് ഒട്ടും കടം കൊടുക്കാത്തതുമായ ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകുന്നത് അഭികാമ്യമാണ്. അത് നിർബന്ധമല്ലെങ്കിലും നൽകിയാൽ പുണ്യം ലഭിക്കും. എന്നാൽ ഉപയോഗിക്കാത്ത സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾ തീർച്ചയായും സക്കാത്ത് അവർക്ക് ബാധകമാണ്. ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദസ് ദഹ്ലവി സക്കാത്തിൻ്റെ തത്വത്തെക്കുറിച്ച് തൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് 2 കാരണങ്ങളാലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഒന്നാമതായി ആത്മാവിൻ്റെ പരിശീലനത്തിന്, രണ്ടാമതായി സാമൂഹികവും ദേശീയവുമായ ആവശ്യകതകൾ നിറവേറ്റുന്നതിന്. ആത്മാവിൻ്റെ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്നത് പിശുക്ക്, സ്വാർത്ഥത, പരസ്പര ശത്രുത, മറ്റ് അറിയപ്പെടുന്ന അധാർമികതകൾ തുടങ്ങിയ സാമൂഹിക തിന്മകളുടെ മൂലകാരണങ്ങളാണെന്ന് തികച്ചും വ്യക്തമാണ്. ഇതിലുള്ള യഥാർത്ഥ പ്രതിവിധി സമ്പത്ത് അനുയോജ്യമായും ഉദാരമായും ചെലവഴിക്കുക എന്നതാണ്. ഇത് പിശുക്കിനെ അറുതി വരുത്തുന്നു, സ്വാർത്ഥത ഇല്ലാതാക്കുന്നു, പരസ്പര ശത്രുതയ്ക്ക് പകരം സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം ജനിക്കുന്നു. ഈ പരസ്പര സ്നേഹമാണ് പരമോന്നതമായ ധാർമ്മിക സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അടിത്തറ. അത് മനുഷ്യരെ പരസ്പരം സ്നേഹത്തോടും ദയയോടും പെരുമാറാൻ പ്രേരിപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം അന്തിമ ഫലം മനുഷ്യൻ സദ്ഗുണങ്ങളുടെ മൂർത്തീഭാവമായി മാറുന്നു എന്നതാണ്.
ഇതിനെയാണ് ആത്മപരിശീലനം എന്ന് വിളിക്കുന്നത്. സാമൂഹികവും ദേശീയവുമായ എല്ലാ ആവശ്യകതകൾക്കുമുള്ള ഉത്തമമായ പ്രതിവിധി കൂടിയാണ് സക്കാത്ത്. കാരണം ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക സഹായമില്ലാതെ സാമൂഹിക സംവിധാനം സ്ഥിരതയുള്ളതാകില്ല. ശക്തമായ ധനകാര്യം ഉള്ളതിനാൽ ഭരണകൂടത്തിന് ഭരണത്തിൻ്റെ ഏറ്റവും ഉയർന്നതോ താഴ്ന്നതോ ആയ എല്ലാ ആവശ്യകതകളും ശ്രദ്ധിക്കാനും സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും തുല്യമായി നിറവേറ്റാനും കഴിയും. ദരിദ്രർ, അഗതികൾ, ദുർബലർ, അനാഥർ, വിധവകൾ എന്നിവർക്ക് മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരാവശ്യവും വരില്ല. ഈ അപമാനം ഒഴിവാക്കപ്പെടുന്നു. കൂടാതെ സംവിധാനത്തിന് അവരെ ശരിയായി പരിപാലിക്കാനും സാധിക്കുന്നു. സമ്പന്നരിൽ നിന്നും ധനികരിൽ നിന്നും സക്കാത്ത് വഴി ലഭിക്കുന്ന വരുമാനത്തെ മറ്റു സ്രോതസ്സുകൾക്കൊപ്പം ആശ്രയിക്കാൻ ഭരണകൂടത്തിന് കഴിയുമ്പോൾ മാത്രമേ ഭരണകൂടത്തിന് ഈ കടമകളെല്ലാം വേണ്ട വിധം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമസ്കാരത്തിന് ശേഷം രണ്ടാമത്തെ കൽപ്പന സക്കാത്ത് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്: ഏതൊരു സ്വത്തിന്മേലാണോ ഒരു വർഷം പൂർത്തിയാകുന്നത് അതിൻ്റെ 40-ൽ ഒരംശം പാവപ്പെട്ടവരെയും അഗതികളെയും സഹായിക്കുന്നതിനായി നീക്കിവെക്കണം. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഓഹരി ഭരണകൂടത്തിന് നൽകണം. ഭരണകൂടം ഇല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിന് നൽകണം. സയ്യിദുനാ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സക്കാത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും പ്രാധാന്യത്തെ സംബന്ധിച്ചും പറയുന്നു, സക്കാത്ത് എന്നത് സമ്പന്നരിൽ നിന്നും വാങ്ങി ദരിദ്രർക്ക് നൽകുന്നതാണ്. ഇതിലൂടെ ഉന്നതമായ സഹാനുഭൂതി പഠിപ്പിക്കപ്പെടുന്നു. ഈ വിധത്തിലുള്ള ചൂടും തണുപ്പും, അതായത് സമ്പന്നരും ദരിദ്രരും പരസ്പരം ഇടകലരുമ്പോൾ മുസ്ലിങ്ങൾ ശക്തിപ്പെടുന്നു. ഇത് നൽകൽ സമ്പന്നരുടെ കടമയാണ്, ഫർളാണ്. ഇതൊരു കടമയല്ലെങ്കിൽ പോലും മനുഷ്യത്വപരമായ സഹാനുഭൂതി ആവശ്യപ്പെടുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നത് അയൽവാസി പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ പോലും ആർക്കും ശ്രദ്ധയില്ല. സ്വന്തം സുഖ സൗകര്യങ്ങളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. അല്ലാഹു തആല എൻ്റെ ഹൃദയത്തിൽ ഇട്ടുതന്ന ഈ കാര്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. മനുഷ്യരിൽ കാണുന്ന സഹാനുഭൂതി എന്ന ഗുണം ഉന്നതമായ ഒരു സവിശേഷതയാണ്. അല്ലാഹു തആല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ആ പുണ്യം, നന്മ ഒരിക്കലും നേടാനാവില്ല. ചില ആളുകളുണ്ട്, പഴകിയതും ചീത്തയായതും യാതൊരു പ്രയോജനമില്ലാത്തതുമായ റൊട്ടികൾ, അപ്പങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ദാനധർമ്മം ചെയ്തു എന്ന് അവർ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹു തആലാക്ക് സ്വീകാര്യമല്ല. അങ്ങനെയുള്ള ദാനധർമ്മം അംഗീകരിക്കപ്പെടുകയുമില്ല. അവൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണമെന്നുള്ളതാണ്. സത്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വത്ത് അല്ലാഹു തആലയുടെ മാർഗത്തിൽ അവൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിനും അവൻ്റെ സൃഷ്ടികളോട് സഹാനുഭൂതി കാണിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നത് വരെ ഒരു നന്മയും യഥാർത്ഥ നന്മയായി തീരുകയില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും നമ്മളുടെ ഈ കടമ സക്കാത്ത് നൽകുക എന്നുള്ള ഒരു കടമ നിറവേറ്റാനും നിസാബിലെത്തിയിരിക്കുന്ന ആ തോതിലെത്തിയിരിക്കുന്ന എല്ലാവരും അവരുടേതായിരിക്കുന്ന ഫറലാക്കപ്പെട്ട ആ സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് നൽകാനും ഉള്ള തൗഫീക്ക് ഓരോരുത്തർക്കും തന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് നമുക്ക് പാത്രമാകാൻ സാധിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.